ഹായ് ഗൈസ്, എൻ്റെ പേര് കിരൺ പ്രസാദ്. ഞാനൊരു ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോ US CPA പറ്റിയായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ താഴെ ഒരു സുഹൃത്തിൻ്റെ കമൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സെൽഫ് സ്റ്റഡി ചെയ്യാനാണ് താല്പര്യം, അതുപോലെ തന്നെ ജോലിയിലൂടെ പഠിക്കാൻ പറ്റുമോ, പിന്നെ ഈ ബ്രിഡ്ജ് കോഴ്സ് ചെയ്ത് ക്രെഡിറ്റ്സ് അക്വയർ ചെയ്ത് എക്സാമിന് ഇരിക്കുമ്പോൾ കൂടുതൽ കാശ് ചിലവാകില്ലേ, അതിന് പകരം അദ്ദേഹം സ്വന്തമായിട്ടൊരു ഓൺലൈനായിട്ട് MCOM MBA പഠിച്ചു കഴിഞ്ഞാൽ കാശ് സേവ് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഉത്തരവായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതായത് സെൽഫ് സ്റ്റഡി ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഇതിലൊരു പേപ്പറിൻ്റെ എക്സാം ഫീസായിട്ട് നമ്മൾ ടോട്ടൽ അടയ്ക്കുന്നത് 80,000 to 90,000 രൂപ വരെ വരുന്നുണ്ട്. ഓക്കെ, കാശ്. അതേസമയം അതായത് ഒരു പ്രാവശ്യം തോറ്റു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഈ 80-90 രൂപ പിന്നെയും ചിലവാകും, 90,000 രൂപ പിന്നെയും ചിലവ് വരുന്ന കേസാണ്. കോച്ചിങ്ങിന് കഴിഞ്ഞ വർഷം വരെ ഒരു 80-90 1 ലക്ഷം രൂപയ്ക്കകത്തായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതായത് CPA കോച്ചിങ്ങിന് കോച്ചിങ് സെൻറ്ററിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ മതി. അതായത് നമ്മളിപ്പോൾ ചോദിക്കുന്നതുകൊണ്ട് അവിടെ എങ്കിലും കാശടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ വിളിച്ച് ചോദിക്കുക, മെസ്സേജ് അയക്കുക, അവർക്കൊക്കെ സെയിൽസ് ടീം ഉണ്ട്, അവർ അപ്രോച്ച് ചെയ്യും, നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറയും. അപ്പം നമ്മൾ മനസ്സിലാക്കാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ലക്ഷം രൂപ അടുപ്പിച്ച് ചിലവാക്കി കഴിഞ്ഞാൽ ലൈഫ് ടൈം സപ്പോർട്ട് കിട്ടും. അതായത് ഇവാലുവേഷൻ, പിന്നെന്താ ഈ എക്സാം ബുക്കിംഗ്, എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ലൈസൻസിങ് വരെ ഉള്ള ഫുൾ സപ്പോർട്ട് അവർ തരും. ക്ലാസ് എടുക്കുന്ന കാര്യം ഫുൾ കാര്യങ്ങളും അവർ സപ്പോർട്ട് തരും. നമ്മൾ പാസ്സാവുന്നവരെ, ലൈസൻസ് ആവുന്നവരെ ഉള്ള ഫുൾ സപ്പോർട്ടാണ് ഈ 1 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നത്. എന്നോട് ചോദിച്ചാൽ അത് വെറുതെ മണിയാണ്, നമ്മൾ ഒരു തലവേദന അറിയേണ്ട കാര്യമില്ല. അത് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോഴേ അറിയുള്ളൂ. ഐ വുഡ് റെക്കമെൻഡ് യു ടു ജോയിൻ സം ടെലിഗ്രാം ഗ്രൂപ്പ്സ്. US CPA ഗ്രൂപ്പ്സ് വിൽ ബി ദർ. ആ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അതായത് സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുന്ന ആൾക്കാർ അതിൻ്റെ അകത്തുണ്ട്, അവർ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സെൽഫ് സ്റ്റഡി എന്നുള്ളൊരു കാര്യം എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു, കോച്ചിങ് എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ബ്രിഡ്ജ് കോഴ്സിൻ്റെ കാര്യം, ബ്രിഡ്ജ് കോഴ്സ് ലൈക്ക് അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനാണ്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഒരു MCOM MBA ചെയ്ത് നമുക്ക് കാശ് ലഭിക്കാൻ പറ്റും. IGNOU പോലത്തെ യൂണിവേഴ്സിറ്റി ഒബ്വിയസ്ലി പറ്റും. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോച്ചിങ് സെൻറ്ററിൻ്റെ അകത്തേക്ക് ലൈക്ക് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കുക. ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇവർക്ക് സെഷൻസ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് കയറി ചോദിച്ചാൽ മതി. അപ്പം അവർ ചിലപ്പോൾ അവിടെ നിന്നൊരു സ്പോക്കൻ നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തരും. ആ സ്പോക്കൻ്റെ അടുത്ത് നമുക്ക് ലൈക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിൻ്റെ സിലബസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇവാലുവേറ്റ് ചെയ്തിട്ട് പറയും എത്രയാണ് അതിൻ്റെ കോച്ചിങ്ങിൻ്റെ അല്ലല്ലോ അതിൻ്റെ ക്രെഡിറ്റ്സ് എത്രയാണ് വരുന്നത് എന്നുള്ളവരെ അവർ പറഞ്ഞു തരും. അത് ഏത് സ്റ്റേറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നും അവർ പറഞ്ഞു തരും. ഓക്കെ, ഇത്രയും കാര്യം നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്ത് കിട്ടുന്നതാണ്. അതായത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബ്രിഡ്ജ് കോഴ്സ്, അതായത് നമുക്ക് ചെയ്യാമല്ലോ ബ്രിഡ്ജ് കോഴ്സ് സ്വന്തമായിട്ട് ചെയ്യാം, അവരുടെ ത്രൂ അല്ലാണ്ട് ചെയ്യാം. അതിന് ക്രെഡിറ്റ്സ് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം കോച്ചിങ് സെൻറ്റർ നോക്കിയിട്ട് പറഞ്ഞു തരും. അപ്പം ഇത് റിജക്റ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ പിന്നെ വരത്തില്ല. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അദ്ദേഹം ചോദിച്ചിരുന്നത് ജോലിയുടെ കൂടെ പഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഈ കോഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത് വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു 80% ആൾക്കാരും വരുന്നത് വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിരിക്കും ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ ഇത്രയായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. സോ നിങ്ങൾക്ക് ഇത്തരം എൻ്റെ കരിയർ ഗൈഡൻസ് വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കമൻസിൽ റെസ്പോണ്ട് ചെയ്യും. അത് ക്ലിയർ ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് തന്നെ വരും. അത്തരത്തിലൊരു വീഡിയോ ആണിത്. ഇനിയും ഇത്തരം കരിയർ ഗൈഡൻസ് വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത്തരം കരിയർ ഗൈഡൻസ് വീഡിയോസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു, ബൈ.